ഹലോ ഗൈസ്, ഞാൻ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ വിചാരിച്ചു ഫ്രീ ഫയർ കളിക്കാമെന്നുള്ളത്. അപ്പം ഞാനങ്ങനെ കയറിയിട്ട് ഞാൻ നേരത്തെ കളിച്ചായിരുന്നു നമ്മുടെ ബാറ്ററിയിൽ. അങ്ങനെ ബാറ്ററിയിൽ തന്നെ മതി വിചാരിച്ചാണ്ട് അങ്ങനെ അതന്നെ വെച്ച്. അപ്പോഴാണ് പ്രോക്കള്ളൻ ഒരാൾ അങ്ങനെ ഓനെ ടീമേജ് ആക്കാൻ വിളിച്ചു. അതിന് മുമ്പ് കളിച്ചാണ് മിന്നാന്ന് കയറ്റിയതാണ് ഗൈസ്. അപ്പോൾ ഓൻ ചോദിച്ചു എന്താ ബ്രൗൺസിലാണല്ലേ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു മിന്നാന്ന് കയറ്റിയതാടാ, ലെവലൊക്കെ 6ആണ്. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ പറഞ്ഞു ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം കൂടി നമുക്ക് അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ 5 പൂജ അടിച്ചപ്പോൾ കിട്ടിയ ഇമോട്ടൊന്ന് ഇട്ട് നോക്കിയാലോ എന്ന്. അപ്പോൾ ഞാൻ എന്തോ ഒന്ന് പോയി നെക്കി. അപ്പോഴാണ് എന്തൊക്കെയോ ആയത് കേട്ടോ. അപ്പം മതിയാർക്ക് ഇതായില്ല. അപ്പോൾ കയറിയാണ് ഞാൻ അപ്പോൾ തന്നെ മറന്ന് ഇമോട്ട് എടുത്തിട്ട് ഓനും ലാസ്റ്റ് കിട്ടി ഇമോട്ട് ഇട്ട് ഞാൻ പിന്നെ അങ്ങോട്ടിട്ട് അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്ത്. അപ്പം അങ്ങനെ അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഞാൻ അവൻ്റെ മുമ്പ് പോയി കണ്ട് ഇങ്ങനെ താറ്റെടുക്കണ ഇമോട്ട് ഇട്ട്. പക്ഷെ ഓനത്ര കുത്തിയിട്ട് അവനെ നോക്കണ കൂടില്ല. അപ്പോൾ അങ്ങനെ കുറേ അവൻ്റെ മുമ്പ് പോയിന്ന് താറ്റെടുക്കാൻ നോക്കി. അപ്പോൾ തന്നെ ചങ്ങായി പോകുകയും ചെയ്യും. എത്ര നോക്കിയിട്ട് കണ്ടില്ല, ഇതങ്ങനെ പോവാണ്. ദേഷ്യം പിടിച്ച കണ്ടില്ല, അവനെ മുമ്പ് കയറിക്കുമ്പോൾ തന്നെ അവൻ പോവന്നെ. ദേഷ്യം പിടിച്ചാണ്. പക്ഷെ അവന് മുമ്പ് പോയി നിന്നങ്ങനൊക്കെ എന്നിട്ട് താറ്റ കൊടുത്ത് എന്നിട്ടും കണ്ടില്ല. ലാസ്റ്റ് എന്നെ വെടിയാക്കാൻ തുടങ്ങി. അപ്പോൾ താറ്റ കൊടുത്തപ്പോൾ ലാസ്റ്റ് ഇട്ട് 2ാമത്തെ സെക്കൻഡിൽ അവനൊരു ഇമോട്ടാണ്ടിട്ട്. അങ്ങനെ ഞാനങ്ങനെ നേരെ കളിച്ച് വിചാരിച്ചങ്ങനെ നേരെ കളി എടുത്തു. അപ്പോൾ ഞാൻ പീക്കിലിറങ്ങി വിചാരിച്ചേനെ. അപ്പോൾ തന്നെ റയ്യാൻ്റെ ഒപ്പം ഇറങ്ങാൻ വിചാരിച്ചു. അങ്ങനെ ഓനാണ് 4 ആൾക്കാർ ഇറക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ ഇറങ്ങി ഒരു സ്ഥലത്ത് അങ്ങനെ ഞാൻ ഇറങ്ങി ഇതായിട്ടോ. അപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തിൻ്റെ പേര് ഞാൻ നോക്കിയിട്ടില്ലായിരുന്നു. എന്ന് ഞാൻ നോക്കി വെക്കലുണ്ട്. ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഞാനങ്ങനെ ഇറങ്ങി. അപ്പോൾ ഇതാ മറ്റേ ഇനിയിപ്പോൾ പുതിയ അപ്ഡേറ്റ് ആയപ്പോൾ കിട്ടിയ സ്ഥലമല്ലത്, മഞ്ഞിൻ്റെ ആ സ്ഥലം. പ്രോക്കളർ എന്തായാലും സെറ്റ് സ്ഥലത്ത് കൊണ്ടുപോയി ഇറക്കിയാണ്. അപ്പോൾ ഞാനിങ്ങനെ CS കളിച്ചുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയറാറുണ്ട്. അപ്പോൾ തന്നെ ബാക്കിൽ ആദം കിട്ടും. അപ്പോൾ ഈ പ്രോക്കളർ എനിക്ക് തോക്കിട്ട് അടിച്ചാൽ മതി. ആദമും അതിൻ്റെ ടീമേജും കൂടിയായിരുന്നു ടോപ്പ് ഉണ്ടായിരുന്നത്. ഞാൻ അവളെ അങ്ങനെ നോക്കി. ആ പ്രോക്കളർക്ക് അടിച്ചാൽ മതി. 2 കിലോ ഒപ്പം തന്നെ. അപ്പോഴാണ് നമുക്ക് AK-47 കിട്ടി. AK-47 എടുത്ത് മതിൽ ചാടിക്കിടന്ന് ആദ്യമായിട്ട് തീർത്ത്. ആദ്യം അതാക്കി എടുക്കണേ ഒരൊറ്റ അടി അടിച്ച് സ്കോപ്പ് ചെയ്തുകൊണ്ട് അടിച്ച്. പിന്നെ അങ്ങനെ ഞാൻ ഓൻ്റെ അടുത്തുള്ളതൊക്കെ എടുത്ത് പാത്തിന് തോക്കുണ്ട് ഇനിയില്ലേ. അപ്പം MP40 കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ MP40 ഇട്ടെങ്കിൽ കലക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടം പീക്കിലൊക്കെ ഇറങ്ങുമ്പോൾ MP40 അതിൽ നമ്മളതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പ്രോക്കളർ 2 ഇല്ല് കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരിത് 10 കില്ലിൻ്റെ മുകൾക്ക് ഒരിത് വേണമെന്ന്. അപ്പോൾ നമ്മളെന്തായാലും ഒരു 10 കില്ല് മാക്സിമം നമുക്ക് വെച്ച് പിടിച്ച് നോക്കാം. ഇപ്പോൾ 2 ആളെ ലോക്കാക്കി ഉണ്ടായിരുന്നു. ഒരാൾ മരിച്ച്, ഒരാളിപ്പോൾ ചാവക്കാരം കൊടുക്കല്ലേ. എങ്ങനെയായാലും 2 കില്ലാണ്. ഓ ഗൈസ്, അങ്ങനെ അതും ചത്തിരിക്കുകയാണ്. ഇത് അവിടെ ചത്ത് കിടക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് താരൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. അത് നമുക്ക് കൂട്ടുണ്ടാക്കാം. അപ്പോൾ കൂട്ടാം. കേസ് ഞാൻ തോക്കൊന്ന് ജസ്റ്റ് ചേഞ്ചാക്കി നോക്കിയാൽ താര എത്ര ഉണ്ടെന്ന്. താര സെയിം തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ ലൊക്കേഷൻ കാണിച്ച് 2 ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ കളിച്ച നേരത്തെ ആരോ ലൈക്കും അടിച്ച് 200 റുപ്യ നിന്ന്. അപ്പം അങ്ങനെ ഞാൻ അങ്ങനത് ചാടാൻ നോക്കിയിട്ട് അത്ര ചാടുന്നില്ല. പിന്നെ അങ്ങോട്ട് ചാടി എന്തായാലും ഇപ്പോൾ ലൈഫ് ബാധ്യത പോകും വിചാരിച്ച് അങ്ങോട്ട് ചാടി. അപ്പോൾ അതിൻ്റെ മുമ്പ് കൂടെ തന്നെ ഒരുത്തം പോയി. ഓനടിച്ച് ഞാൻ ലോക്കാക്കി ഒരൊറ്റ ചാട്ടം ചാടി. അടിച്ച് ഡാമേജ് ആവുന്നു. പക്ഷെ ഡാമേജൊന്നും ആയില്ല. പിന്നെ പ്രോക്കള്ളർ തന്നെ കണ്ട് പ്രോക്കള്ളനോട്ട് പോലടി അടിച്ച് അങ്ങനെ ഓനെ ലോക്കാക്കി. പ്രോക്കള്ളന് എൻ്റെ
അമ്മായിൻ്റെ മോനാണ്. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ച് അപ്പം അവിടെ ഇങ്ങനെ ആളുള്ള അതിൽ ഒരു വെടിൻ്റെ സൗണ്ട് കേട്ട്. അങ്ങനെ വെടിൻ്റെ സൗണ്ട് കേട്ട് ഇതെന്താ പുതിയതാണല്ലോ വിചാരിച്ചുകൊണ്ട് ഞാനങ്ങനെ ദിമ്മ കയറാൻ വിചാരിച്ച് വണ്ടിൻ്റെ മുകളിൽ കൂടെയൊക്കെ. ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ സ്ഥലത്ത് നിന്ന് മറ്റേ ബോംബ് ഇടുന്ന തോക്കില്ല എടുത്തിട്ട് അടിച്ചിന്. അപ്പോൾ ഇവിടെ അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ രണ്ടാൾക്കാർ ലൊക്കേഷൻ കുറപ്പിന് ഒരുത്തൻ അടിച്ച് ലോക്കായി. ബാക്കിൽ നിന്ന് ഒരുത്തൻ അടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ ലോക്കാക്കിയിട്ടാണ്, ഒരാൾ മരിച്ചാണ്. അങ്ങനെ പിന്നെ ഒരാളെ ലോക്കാക്കിയിട്ടാണ്. ഓക്കെ 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 6 കില്ലായിട്ടുണ്ട്. നമ്മൾ 7, 8, 9, 10 എങ്കിൽ 2, 3, 4 കില്ലും കൂടി എടുത്താൽ മതി. നമുക്കൊരു 4 കില്ലൊക്കെ എടുത്താൽ മതി അല്ലേ? 4 കില്ലെടുത്താൽ മതി. അപ്പോൾ അവൻ്റെ അടുത്ത് നിന്നുള്ള സാധനങ്ങളൊക്കെ എടുക്കട്ടെ. ഇതെന്ത് തോക്കാ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഒരു വെടിയപ്പിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ പ്രോക്കള്ളം പോകുന്നിടത്ത് ഫുള്ള് ആൾക്കാരെ കാര്യം എഴുതിയതല്ല കേട്ടോ ഒരു പേര് പ്രോക്കള്ളന്. അത് ഓൾറെഡി കൊടുത്തരികയാണ്. യെസ്, നമ്മളൊക്കെ ഇപ്പോൾ 7 കിലോ അങ്ങനെ എടുത്തിരിക്കുകയാണ്. നമുക്ക് 3 ആളും കൂടി അതാ ഒരുത്തിന് 2 ആൾ മാത്രം മതി കേട്ടോ. നമുക്ക് 9, 10 2 കൂടി മതി. അപ്പം നമ്മളെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കില്ലാണല്ലോ. അതിൻ്റെ മുഴുക്കായാൽ നിങ്ങളെന്തായാലും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, എന്തായാലും ചെയ്യേണ്ടി വരും. ഞാൻ എടുത്തിരിക്കും എങ്ങനെയുള്ള 11, 12 ആക്കും, അല്ലെ 13 ആക്കും. ഞാൻ ചില കളിയിലൊക്കെ 22 കില്ലൊക്കെ എടുക്കലുണ്ട്. പിന്നീടാണ്ട് ലൈഫ് ഇതാവലാണ് ഭയങ്കര. അങ്ങനെ ടീമിലത് കളിച്ചിട്ടുണ്ടോ ഞാൻ അങ്ങനെ ഇതാവല്. ഗൈസ് ഞാനല്ലേ ചേടാ, അവൻ എനിക്ക് വെക്കണം 9 കില്ല. അതിന് പിന്നെ എന്തായാലും 2 ആളെ കൊല്ലണം. ഇതെന്ത് തോക്കാ? ഞാൻ അതുവരെ കണ്ടിട്ടില്ല ഒരു തോക്ക്. എപ്പം കാണുകയാണ്, ഇന്ന് കാണുകയാണ് കേട്ടോ. അതാ ഈ തോക്കെന്തത്? അയ്യേ, ഞാൻ ഇപ്പം ചാവും. പോടുന്നു, എനിക്കാ തോക്കൊന്നും വേണ്ട. എന്താ തീ പാറിടാ സെറ്റി. തോക്കെന്തോ ആണ്, ഒരിതാണ്. 9 കില്ലായിട്ടോ ഗൈസ്. ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. അവൻ അടിച്ചിട്ടതിന് അവിടെ ഉണ്ട് ആളുണ്ട്. ഓനക്ക് വേണം. കൊന്നടാ ഗൈസ്. ഇതിൻ്റെ 10 കില്ലായാലും നിങ്ങളെന്തായാലും ഷെയർ ചെയ്യണം കേട്ടോ. 10 കില്ല നിങ്ങൾ ഷെയർ ചെയ്യണം, എന്തായാലും ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരാളെ കാണാനില്ലല്ലോ. ഇങ്ങോട്ട് 11 ആൾ കേട്ടോ. പറഞ്ഞ 10 ആളാണ്, ഇന്നും കൂടി കൂട്ടിയിട്ടാണ്. ഇപ്പം ചവറപ്പാണ്, സ്റ്റക്കായി 4 നമ്പർ സ്റ്റക്കായി. എനിക്ക് വേണം. അവിടെ ആളില്ലേ? പിന്നെന്താ ചോപ്പ് കാണിച്ച്? ആളുണ്ട്. ഉണ്ട്. 2 ഷാപ്പെട്ട് കടന്നിട്ടില്ലേ? യെസ് ഹെഡ് അടിച്ച് 2 ഹെഡടി. ഓക്കെ ഗൈസ്, അതിനെ 10 ഇല്ല. അപ്പം നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യണേൽ 11, പിന്നെ ലൈക്ക് ചെയ്യണേൽ 12. ഇത്ര മതിയില്ലേ? ചിലപ്പോൾ ഞാൻ 12 കില്ലാകുമ്പോൾ ഞാൻ മരിച്ചു. അല്ല 13 എടുക്കില്ല. ചിലപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ ചെയ്യാനൊക്കെ പറ്റില്ല കേട്ടോ. എന്തായാലും ചെയ്യണം. ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുകയാണ്. അപ്പം നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഇനി എത്ര കില്ലെടുക്കണം. പറ്റണം അത് ചെയ്യും. ഞാൻ നോട്ടിട്ട് വെച്ചാൾ കേട്ടോ. ഞാൻ എന്നിങ്ങനെ ഇവനെ കൊല്ലാനായിട്ട് നോട്ടിട്ട് വെക്കും. വിട്ടില്ല പോലെ മരിച്ച് 11 കില്ല്. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുന്നു മനസ്സിലായി. സബ്സ്ക്രൈബ് ചെയ്യാൻ 12 കില്ലും കൂടി. 12 കില്ല് മാത്രം. 12 എങ്ങനെയാലാവണേ? 12 ആവ്
12 കില്ല് 12 കില്ല് 12 കില്ല് 12. ഇനി എനിക്ക് മരിച്ചാലും കുഴപ്പമില്ല ഗൈസ്. ശരി, ഫസ്റ്റ് അടിച്ചണമെന്ന് ഒരു മനസ്സുണ്ട്. കുഴപ്പമില്ല, നമുക്ക് എന്തായാലും ഒരു 13 നോക്കി വെക്കാം. ഇനി എന്തായാലും ചെയ്യണം. 12 കില്ലായിട്ടാ. അപ്പോൾ എന്തായാലും ചെയ്തിട്ടില്ല പൊരുത്തുണ്ടാവില്ല. ഞാൻ 12 കില്ല് കഷ്ടപ്പെട്ടുണ്ടാക്കി. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ട്. ചെയ്താൽ മതി. നിങ്ങളൊക്കെ ഒരു സപ്പോർട്ട് മതി അമ്മക്കും. അപ്പോൾ ഇതിലെങ്ങനെയൊക്കെ ബൂയി അടിച്ചണല്ലോ. ഇറങ്ങി എനിക്ക് താഴത്ത് കൊടുക്കണം. ശക്തിയിൽ ഓനെ ഓട്ടിട്ടിട്ടോ ഗൈസ്. ഓൻ്റെ അടുത്ത് അത് മാത്രമല്ല വേറെ നമ്മൾ 1-ാം നമ്പർ വലിയതും ജീപ്പും കൊണ്ട് പ്രോക്കള്ളൻ കയറില്ല. ഉറപ്പാണ് പറഞ്ഞില്ലേ. പ്രോക്കള്ളനല്ല ഇറങ്ങിയത്. ആരാ ഓട്ടണാരാ? പ്രോക്കള്ളനാണെങ്കിൽ പ്രോക്കള്ളൻ കോട്ടണം. അല്ലെങ്കിൽ പോനി കയറില്ല ഉറപ്പാ. അപ്പം അങ്ങനെ ഞാൻ ഒറ്റക്ക് ഓട്ടുകയാണ്. ഓക്കെ, ഞാൻ എത്ര നമ്പറാ? 3-ാം നമ്പറാ 1-ാം നമ്പറാ? അല്ല, ഞാൻ 3-ാം നമ്പറല്ലേ. എൻ്റെ എടുത്തുക്കണ എൻ്റെ നമ്പർ കണ്ടിട്ടാണ് ഒരൊറ്റ ചാട്ടം ചാടി. സോണിൽ തല കറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഭയങ്കര സ്പീഡിൽ വരും. ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കണേ. ആൾക്കാരെ കാണുന്നുള്ളൊരു രീതിയിൽ കാണേക്കാരം. നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിട്ടോ. വണ്ടി പൊട്ടി വാടാറിയപ്പോൾ ചങ്ങായി. 1-ാം നമ്പറിൻ്റെ പാതി ലൈഫായോ? എടാ ഫുള്ളാണ്. പറഞ്ഞ് ഇതൊന്നാകതായി തൊണ്ടൊന്നാകാൻ. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിപ്പോൾ 12 കില്ലായിരിക്കുകയാണ്. ഇത് ഇത്ര വലിപ്പമുള്ളതോ? പ്രോക്കളൻ്റെ ഒപ്പം 3 ആൾ വന്നിട്ട് നമ്മുടെ ടീമത്തെ ഞാൻ പറയുന്നത് 4-ാം നമ്പർ ചത്ത് കാരണം ഓൻ സ്റ്റക്കഡാണ്. ഓന് കളി ഓഫാക്കി. മണ്ടൻ വേറെ എവിടെയും പോയിന്ന് കളി ഓഫാക്കാണ് എപ്പോഴും ഉണ്ടാവുക. എന്തായാലും ചാവാൾ തന്നെയാണ്. 1-ാം നമ്പർ റൂഫിൻ്റെ മേലെ സ്കോപ്പ് ചെയ്ത് നോക്കാം. ഇല്ല ഉറപ്പാ. ഇനി നോക്കണോ? വേണ്ട വെറുതെ ചാടി. എടാ ഇതിൻ്റെ മുകളിൽ ഇതിൻ്റെ മേലെ കയറാൻ പറ്റിയിട്ടോ. ഓക്കേ, 1-ാം നമ്പർ ഇപ്പോൾ ചത്തിട്ടില്ലല്ലോ, കെടുക്കണല്ലേ. ഞാനിതേമാതിരി ഇവൻ്റെ കളി കണ്ടിട്ട് ഞാനിതേമാതിരി ട്രെയിനിങ്ങിൽ പോയി അങ്ങനെ കെടുന്നടിച്ച്. പിന്നെ നിങ്ങൾ ട്രെയിനിങ് കൊടുത്ത് നോക്കിക്കോളി. നിങ്ങൾ കെടുന്നാൽ നിങ്ങൾ എന്തായാലും അടിച്ചു. ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എന്തായാലും നിങ്ങൾ അടിച്ചു ഉറപ്പാണ്. ഞാൻ ഉറപ്പ് പറയാണ്. നിങ്ങൾ അടിച്ചു ഉറപ്പാണ്. ഇങ്ങനെ ട്രെയിനിങ്ങിൽ ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയി കാണിച്ച് സംഭവം ഒന്നാകെ ആൾക്കാർ കണ്ട് ഫുള്ള് പരത്തി. അത് പരത്തിയ ആളെ പേര് ഞാനപ്പോൾ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് മറന്ന്. ഇപ്പം ഞാൻ എൻ്റെ ടാബിലാണെന്ന് തോന്നുന്നത്. ഈ ഒരു സ്ഥലം കൂടി മാത്രമുള്ള സോൺ ഒന്നും കൂടാൻ പിച്ചങ്ങനെ അടിച്ച് ലോക്കാക്കിയണം. എനിക്കെന്നേക്ക് ഞാൻ കൊല്ലാം. 2 ആളുണ്ടടാ. 2 ആളുണ്ട്. ഒരാളെനിക്ക് പ്ലീസ് ഒരാളെനിക്ക് വേണം. അപ്പോൾ തറങ്ങെടുത്ത് ഗ്രൂപ്പാണ്ട്. എന്താടാ എനിക്ക് അലോക്കിൻ്റെ പവർ ഞാൻ കൊടുത്തു കേട്ടോ. ചാവ്. എടാ ഞാൻ ചാവും. ഞാൻ അപ്പം ചാവും. അല്ല മണ്ടിക്കോ. ചത്ത്. ചത്ത്
എത്രടാ, പക്ഷെ ബൂയി അടിച്ചാൽ പറ്റും. ഞാൻ തേടുണ്ടോ 4 നമ്പർ. ഓടെ സെക്കൻഡ് സെക്കൻഡ്. ഞാനാണ്ട് കിങ് 12 കില്ല. ആരും എത്ര എടുത്തിട്ടില്ല. 9, 8, 2, 3 ഒക്കെയാണ് എടുത്തുകണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുകണേൽ ഒന്ന് ഇഷ്ടപ്പെട്ടതെന്നല്ലല്ലോ, നിങ്ങളെന്തായാലും ചെയ്യൂലേ? ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ സ്കിൻ കിട്ടി ഗൈസ്. അങ്ങനെ ലെവൽ എങ്ങനെയൊക്കെയോ നമ്മൾ 9 എത്തി. 6 അല്ലേ ഇനിയോ? അല്ലല്ല 8 ഓക്കെ ഗൈസ്. അപ്പോൾ പ്രോക്കള്ളൻ അങ്ങനെ പോയിരിക്കുകയാണ്. പ്രോക്കള്ളൻ കഴിഞ്ഞല്ലോ. ഞങ്ങൾക്ക് കില്ലിനും കൂടി കിട്ടാനുണ്ട്. കില്ലി 10ാം ലെവലിലാണ് കിട്ടൽ. ഇപ്പം കിട്ടിയത് ഇതാണല്ലോ. ഓക്കെ ഗൈസ്, നിങ്ങളിങ്ങനെ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ നിരന്ന് വരും ഗൈസ്. പിന്നെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ 2 ആൾക്കാർ ഇപ്പോൾ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതാക്കി നോക്കാം. അപ്പോൾ എനിക്ക് വലിയ